ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കയ്യാങ്കളി രണ്ട് പ്രദേശത്തുകാർ തമ്മിലുള്ള പരസ്യ സംഘർഷത്തിലേക്ക്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. വ്യാഴാഴ്ച വൈകിട്ട് മുള്ളേരിയ ജുമാ മസ്ജിദിൽ മഗ്രിബ് നിസ്കാരം നിർവഹിച്ച് പുറത്തിറങ്ങിയ 3 പേർ അക്രമത്തിനിരയായതോടെയാണ് സ്ഥിതി കൈവിട്ടു പോകുമെന്ന ആശങ്ക ഉടലെടുത്തത്. ആദൂർ CA നഗറിലെ ആസിഫ്, പൂത്തപ്പലത്തെ റഹീസ് എന്നിവർക്കും മറ്റൊരാൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആസിഫിനെയും റഹീസിനെയും കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലും മൂന്നാമനെ ചെങ്കടിയിലെ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 10:30 മുള്ളേരിയ മദീന ഹോട്ടലിന് സമീപത്തുണ്ടായ അക്രമത്തിൽ മുള്ളേരിയ മൊയന്തൻപാറ ഹൗസിലെ സുലൈമാൻ സാബിത്ത്, മുള്ളേരിയയിലെ പൃഥ്വിൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ താജുദ്ദീൻ, സത്താർ, ഫൈസൽ, അൻസാഫ്, ഷൗക്കത്ത്, റപ്പി, ആഷിഖ്, അക്സൽ, ആസിഫ് എന്നിവർക്കെതിരെ ആദൂർ പോലീസ് നരഹത്യാ ശ്രമത്തിന് കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ആസിഫും മറ്റ് 2 പേരും വ്യാഴാഴ്ച അക്രമത്തിന് ഇരയായത്. ആദൂർ സ്കൂളിൽ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ റാഗിങ്ങിന്റെ പേരിൽ സംഘർഷം ഉണ്ടായതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നാണ് പറയുന്നത്. വിഷയം പിന്നീട് 2 പ്രദേശത്തുകാർ തമ്മിലുള്ള പ്രശ്നമായി മാറുകയായിരുന്നു അത്രേ. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥിയെ അന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ വിരോധത്തിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ സംഘവും എതിർ സംഘവും മുള്ളേരിയയിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തിനിടയിൽ ഏറ്റുമുട്ടിയിരുന്നു. പിന്നീട് ആദൂർ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് സ്കൂളിലെ റാഗിംഗ് പ്രശ്നത്തെ ചൊല്ലിയുണ്ടായ ചെറിയ സംഘർഷം 2 പ്രദേശത്തുകാർ തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.